നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു ആകെപ്പാടെ സമനില നെറ്റിമട്ടി മുറിയിലിരിക്കുക. ഋതുവിന്റെ മനസ്സിലൂടെ പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെയാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഋതു, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ വയറ്റ് വരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട്, അതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി നട്ട്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അതൊക്കെ ഓർത്തപ്പോ ഋതുവിന് ആകെപ്പാടെ വിഷമ. അപ്പോഴേക്കുമാണ് ഇന്ദ്രന്റെ വരവ്. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഋതു നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഇതേ ജിത്ത് എന്നോട് മിണ്ടാൻ വരില്ല. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടാൻ ഞാനാ. അയ്യോ, അതിന് നാണം കെടാൻ മാത്രം എന്താ ഋതു ഇരിക്കണേ? അത് ഞാൻ എന്ത് തെറ്റായതേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും സ്നേഹമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇതെന്താ ഋതു ഇങ്ങനെ പറയണേ? എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ? പിന്നല്ലാതെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് പല്ലവി അങ്ങനെയൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയേണ്ട വരുമായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി എനിക്ക് വേണ്ടിയിട്ട് എന്താ വാങ്ങി തന്നിരിക്കുന്നേ? അത് പിന്നെ ഇപ്പം പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണറല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഷെയർ ഉള്ളതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും ഞാൻ മേടിച്ചോണ്ട് തരേണ്ട കാര്യമുണ്ടോ? ഡ്രസ്സ് വേണ്ട ജിത്തെ, അതല്ലല്ലോ പ്രശ്നം. അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പല്ലവി പറഞ്ഞ പോലെ ഒരു പിടി നട്ട്സോ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞല്ലേ എന്റെ വയറ്റ് വളരുന്നേ, അതിനു വേണ്ടിയിട്ടെങ്കിലും. ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ എന്റെ പ്രശ്നമാ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല. കുഴപ്പമില്ല, നാളെ നേരം വിളിക്കട്ടെ, ഞാൻ ഋതുവിന് വേണ്ടിയിട്ട് ഒരു വമ്പ സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട്. അയ്യോ, എനിക്ക് സമ്മാനമൊന്നും വേണ്ട, അങ്ങനെ പറയരുത്. നല്ല വില കൂടിയ സാരി തന്നെ ഞാൻ വാങ്ങിത്തരും. ഇതുപോലെ 10,000-15,000 രൂപയുടെ ഒന്നും അല്ല. സേതു പല്ലവിക്ക് കൊടുത്തു വെക്കുന്ന പോലെ അല്ല. 1,00,000 രൂപ വില വരുന്ന സാരി ഞാൻ നാളെ മേടിച്ചുകൊണ്ട് തരും. പല്ലവി പറഞ്ഞു, പല്ലവിയല്ല ഋതു പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാൻ സമ്മാനങ്ങളോ ഒന്നും മോഹിച്ച് പറഞ്ഞല്ല, എനിക്ക് എന്നിട്ട് ആവശ്യമില്ല. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി കിടക്കുക. പിന്നീട് പിറ്റേ ദിവസം ഇന്ദ്രൻ പുറത്തു പോയി വന്നിട്ട് ഹാളിലേക്ക് വന്നിട്ട് നല്ലറുവാണ്. ഋതു ഇങ്ങോട്ട് ഇറങ്ങി വാ. അപ്പോഴേക്ക് ഈ ഒച്ചപ്പാടും മേളം കേട്ട് എല്ലാരും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സേതുവും പല്ലവിയും പൂർണ്ണിമയും അച്ചും ശ്രീഹരി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഋതു ഇങ്ങോട്ട് വന്നു. ഈ സമയം ഋതു ചോദിച്ചു, എന്താ ജിത്തെ, എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ നിനക്ക് വേണ്ടി ഞാൻ സമ്മാനം കൊണ്ടിട്ടുണ്ട്, ഒരു വമ്പ സമ്മാനം. സമ്മാനം? എന്ത് സമ്മാനം? ഇത് തുറന്നു നോക്ക്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച വില കൂടിയ സമ്മാനമാ. ചിലരൊക്കെ 10,000 രൂപയുടെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല. അത് സേതുവിന് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ള കാര്യം പൂർണ്ണിമയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ഋതു ആ കവറും കൂടെ പൊട്ടിച്ചു. കവറിനകത്ത് നല്ലൊരു തിളങ്ങുന്ന നല്ല പട്ടുസാരി വരണം. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഋതു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വേണം, നമ്മൾ വാങ്ങുവാണെങ്കിൽ പണം കൊടുത്ത് വാങ്ങണം, അല്ലെ 10,000 രൂപയുടെ അല്ല വാങ്ങിക്കണ്ടേ? ആ സമയം പൂർണ്ണിമ പറഞ്ഞു, 10,000 രൂപയുടെ സാരി ഒന്നും അല്ല സേതു പല്ലവിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തത്, അതിന് 10,000-15,000 രൂപയുടെ വിലയുണ്ട്. പിന്നെ 10,000 രൂപയുടെ സാരി മേടിച്ചു, ഇത് എത്ര രൂപയെന്നറിയോ? അപ്പോഴേക്ക് ഋതു എത്ര രൂപയാ, നീ എത്ര പ്രൈസ് ടാഗ് നോക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ 1,50,000 രൂപ. 1,50,000 രൂപയുടെ സാരിയാ? അതെ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാ. സ്നേഹമുള്ളവർ ഇങ്ങനെ പലതും വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ സ്നേഹമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടോ, ഇത്ര നല്ല വിലപിടിപ്പൊക്കെ ഉള്ളത് സ്നേഹമുള്ളവർക്ക് മാത്രമേ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടതും പല്ലവി സേതുവിനെ നോക്കി. സേതുവിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണ്. അപ്പോഴേക്കും ശ്രീഹരി പല്ലവിയോട് പറഞ്ഞു, ചേച്ചി ഇത് വെറുതെയാ, ഈ സാരിക്ക് അത്ര വിലയൊന്നുമില്ല, ഇത് ചീപ്പ് റേറ്റ് വിലയുള്ള സാരിയാ. സത്യമാണോ ശ്രീഹരി? പിന്നെ എനിക്കറിയാൻ പാടില്ലേ, ശ്രീഹരി കുറെ നാളായിട്ട് തുണിക്കച്ചവടം കാര്യങ്ങളായിട്ട് ഇരിക്കുന്നതല്ലേ, ശ്രീഹരിക്ക് തുണി കണ്ട ഏകദേശം മനസ്സിലാവും. ഇത് നമുക്ക് പൊളിച്ചെടുക്കണം. അത് കേട്ടപ്പോൾ പല്ലവി ഋതുവിന്റെ അടുത്തേക്ക് വന്നു. ഋതുവിനോട് പറഞ്ഞു, ഋതു ആ സാരി ഇങ്ങ് തന്നെ ഞാൻ നോക്കട്ടെ. എന്താ ചോദിച്ചു, എന്തിനാ അത് വാങ്ങി നോക്കുന്നേ? എന്താ കുഴപ്പമിരിക്കുന്നേ? വാങ്ങി നോക്കിയാൽ എന്താ പ്രശ്നം? പിന്നീട് പല്ലവി പറഞ്ഞു, അതെ, ഇത് 1,50,000 രൂപയുടെ സാരി ഒന്നും ഇല്ല. 1,50,000 രൂപയുടെ ഇല്ലെന്നോ? അതെ, ഇത് 1,50,000 രൂപയുടെ സാരി ഒന്നും ഇല്ല, കൂടിപ്പോയാൽ 10,000-15,000 രൂപ വരും, അത്രയും വിലയൊക്കെ കാണത്തുള്ളൂ. അതിൽ കൂടുതൽ വിലയൊന്നും ഈ സാരിക്ക് കാണത്തില്ല. അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ അത് നീയാണോ തീരുമാനിക്കുന്നേ? ആ സമയം ഋതു പറഞ്ഞു, എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിക്കൊടുത്തെന്ന എന്റെ ഭർത്താവിന് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് പല്ലവി പറഞ്ഞു, എന്നോട് ശ്രീഹരിയാ പറഞ്ഞ അത്രയും രൂപയ്ക്കുള്ളത്. ശ്രീഹരിക്ക് തുണിയെക്കുറിച്ചൊക്കെ അറിയാലോ. ഇന്ദ്രന്റെ ദേഷ്യം വന്നു. പിന്നെ ഇവനാ മുക്കാ ചക്രത്തിന് തുണി വിൽക്കാനായിട്ടിരിക്കുന്ന ഫുട്പാത്തിൽ കൂടെ ഒക്കെ ഇരിക്കുന്ന ഇവനാണോ തുണിയെക്കുറിച്ച് അറിയാന്ന്? നിനക്ക് എന്തറിയാടാ? തുണി ഏതാ നല്ല തുണി കണ്ടിട്ടുണ്ടോ? 2 നൈറ്റ് വിൽക്കാനിരിക്കുന്നവനാ ഇത്ര അഹങ്കാര വർത്താനം പറയണേ. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പല്ലവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, പ്രൈസ് ടാഗ് നോക്കാലോ. ഋതു പറഞ്ഞു, അതെ, പ്രൈസ് ടാഗ് കൊണ്ട് നോക്കാം. ഇതിനാണെങ്കിൽ നോക്കുന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുക, വലിയ അഹങ്കാരം കാണിച്ച് നിൽക്കുക. അപ്പോഴേക്കും ഋതു അതിങ്ങനെ പരിശോധിച്ചു. പ്രൈസ് ടാഗ് അത്തേലുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പം 1,50,000 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്.
കണ്ടില്ലേ, എല്ലാരും കണ്ടില്ലേ, 1.5 ലക്ഷം രൂപ വിലയിട്ടിരിക്കുന്നേ. ആ സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ QR കോഡും കൂടെ ആ ഇതിലുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശ്രീഹരി നോക്കിട്ട് പറഞ്ഞു, ആഹാ, അല്ല സ്ലിപ്പല്ല, അതിന്റെ പ്രൈസ് ടാഗിന്റെ കൂടെ QR കോഡ് ഇങ്ങനെ ഉണ്ടല്ലോ. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ട് വിവരം അറിയാൻ സാധിക്കും ആ പ്രൊഡക്റ്റിന്റെ. അതിങ്ങ് തരാൻ പറയണം. അപ്പോഴേക്കും എന്തിനാ അതൊക്കെ ഇപ്പം ഇങ്ങതാ. അങ്ങനെ ഋതു അത് നേരെ ശ്രീഹരിക്ക് കൊടുക്കുക. ശ്രീഹരി ഇത് ഫോൺ എടുത്തിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പം ശ്രീഹരിക്ക് കാര്യം മനസ്സിലായി. ശ്രീഹരി എല്ലാരും കാണിക്കുക, കണ്ടോ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് സിന്തറ്റിക് സിൽക്ക, ഇത് ശരിക്കുള്ള സിൽക്കൊന്നും അല്ല, ശരിക്കും ഒറിജിനൽ പട്ടൊന്നും അല്ലത്. ഇതിന് അതിന് മാത്രം വിലയില്ല. 8,500 രൂപ വിലയുള്ളൂ. ഓൺലൈനിലാണെങ്കിൽ ഇത് 7,500 രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും. കടയിൽ പോയി വാങ്ങിച്ച 8,500 രൂപ. ഇത് കേട്ടപ്പോൾ ഋതുവിന്റെ മുഖവും കൂടെ താണു. പല്ലവി ഇന്ദ്രനെ ഒന്ന് നോക്കി. ഇന്ദ്രനെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും പല്ലവി എന്നിട്ട് ഋതുവിനോട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട് ഋതു? അതെ, നമുക്കൊരു സാധനം വാങ്ങിക്കൊണ്ട് തന്ന അതിന്റെ വില നമ്മൾ നോക്കാറില്ല. ഇപ്പൊ വിലയിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് സമ്മാനം കിട്ടുന്നതാണെങ്കിൽ. പക്ഷേ എങ്കിലും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി ഇവിടെ വലിയ ആളാവാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തേ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന്. അത് കേട്ടപ്പോൾ ഋതുവിന് സഹിച്ചില്ല. ഋതു ഇന്ദ്രനെ നോക്കി. ഇന്ദ്രൻ പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ട ഇന്ദിര, നീ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഉരുണ്ടിട്ട് കാര്യമില്ല. സത്യാവസ്ഥയ്ക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, നിന്റെ ഭാര്യയ്ക്ക് സഹിതം നീ എത്ര വല്ല കള്ളത്തരോ കാണിച്ചെന്ന്. പല്ലവി പറഞ്ഞു, സമ്മാനം മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിക്ക് മേടിച്ചു കൊടുക്കണം. അല്ലാതെ കള്ളത്തരം പറഞ്ഞ് 10,000 രൂപയ്ക്ക് താഴെ സാരികളെ വിലയുള്ള സാരി വാങ്ങിച്ചു കൊടുത്ത് 1.5 ലക്ഷം രൂപയുടെ സാരി എന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ സേതുവേണ്ണ ഇതിനേക്കാൾ നല്ല സാരി 10-15,000 രൂപയുടെ വിലയുള്ള സാരിയാണ് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ വാങ്ങിച്ചോണ്ട് തരുന്ന സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിന് വില കൂട്ടി പറയേണ്ട കാര്യമില്ലോ. ഒറിജിനൽ വില പറഞ്ഞാൽ എന്താ കുഴപ്പം? മറ്റുള്ളവരെ അങ്ങനെ താഴ്ത്തി കിട്ടിയുള്ള സംസാരം. അതോടെ കേട്ടപ്പോൾ ഋതുവിന് പൂർത്തിയായി. ഋതു ആ സാരി എന്നിട്ട് ഇന്ദ്രന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇന്ദ്രന് നാണം കിട്ട് നിൽക്കണം. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കുള്ള ചതിയൊക്കെ അവൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ച കാര്യമാണോ? സേതു പറഞ്ഞു, ഇതിലപ്പുറം ചെയ്യുമോ അവന്? അവന്റെ സ്വഭാവം, ശരിക്കുള്ള സ്വഭാവം എല്ലാവരും അറിയാൻ പോകുന്നുള്ളൂ. ഇതൊന്നും ആയിട്ടില്ല, അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടുള്ളൂ. പൂർണ്ണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഋതുവായിട്ടെടുത്ത് തലയിലേക്ക് വലിച്ചു വെച്ച കാര്യമല്ലേ, ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഋതു മുറിയിലേക്ക് പോയിട്ട് വിഷമിച്ചിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഋതുവിന് സങ്കടം സഹിക്കാൻ പറ്റാതെ ഋതു പുറത്തേക്ക് വരിക. അങ്ങനെ ഒരാൾ കഴിഞ്ഞ് മൂലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു മൂലയ്ക്ക് കയറിയിരുന്നു. ഋതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നു. പല്ലവിനെ കണ്ടപ്പോൾ ഋതു ചോദിച്ചു, എന്താ, എന്നെ കളിയാക്കാനും സന്തോഷിക്കാൻ വേണ്ടി വന്നാണോ? നീ എന്തൊക്കെയാ ഋതു പറയണേ? എനിക്ക് അതിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല പിന്നെ എന്തിനാ വന്നേ? അത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നീ ഇന്ദ്രന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടില്ല, അതാ നിന്റെ കുഴപ്പം. ദേ എന്റെ ജിത്തിനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ. ഓ നിന്റെ ജിത്ത്. ദേ പല്ലവി, നീ മുൻവിധിയോട് കൂടിയിട്ടാ ജിത്തിനെ കാണുന്നേ, അതാ നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. പല്ലവി പറഞ്ഞു, നിനക്ക് ശരിക്കും നിന്റെ ഭർത്താവായി ഇന്ദ്രനെ ഇപ്പൊ അറിയില്ല. പക്ഷെ ഞാൻ 1 മണിക്കൂറും കൊണ്ട് അവനെ തിരിച്ചറിഞ്ഞ. എനിക്ക് അവന്റെ കപട മുഖം നന്നായിട്ടറിയാം. അവനൊരു മുഖം മൂടി ധരിച്ചിരിക്കുക. അതുകൊണ്ടാണ് നീ അവനെ മനസ്സിലാക്കത്തെ. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സമ്മാനം മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ വില അതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? സമ്മാനമായിട്ട് കൊടുക്കുന്ന സാധനമല്ലേ, അതിനേക്കാൾ ഉപരി കുറഞ്ഞ വിലയുള്ള സാധനം കൂടുതൽ വിലയാന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുത്ത് എല്ലാവരും മുന്നിൽ ആളാവാൻ നോക്കിയതാ. അങ്ങനെ ആളായിട്ട് ഇന്ദ്രന് എന്താ കിട്ടുന്നേ? അവന്റെ സുഖവും സന്തോഷം അതാണ്. അവൻ സൈക്കോ മൈൻഡെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോ നീ കേട്ടില്ല. ഇപ്പം ഓരോ അനുഭവം കൺമുന്നിൽ വരുമ്പോൾ നീ പഠിക്കണില്ലേ? ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ നോക്ക്. ഞങ്ങളൊന്നും പറഞ്ഞ അവൻ നേരെയാകത്തില്ല. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഇത് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, ഇത് പറയാൻ വേണ്ടി തന്നെയാ വന്നത്. ഇത് പറയാതിരുന്നാൽ ശരിയാവും തോന്നില്ല. ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണക്കൂട്ടുന്നുണ്ട്. ഇതുമൂലം എന്റെ സേതുവിന്റെ ബോണ്ടിങ് താർക്കുക, അതായിരുന്നു അവന്റെ ലക്ഷ്യം. കാരണം ചെറിയ വിലയുടെ സാരി സേതുവേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതെന്നും പറഞ്ഞ്. പക്ഷെ എന്നെ സംബന്ധിച്ച് സേതുവേട്ടൻ എന്ത് സാധനം മേടിച്ചുകൊണ്ട് തന്നാലും അതിന് കോടികളുടെ വിലയുണ്ട്. എന്നെന്നല്ല, പല സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാ. ഭർത്താക്കന്മാര് എന്തൊരു ചെറിയ സാധനം മേടിച്ചു കൊടുത്താലും അത് വലിയ കാര്യം തന്നെയാ. അതിന്റെ വില എന്താന്ന് അയാൾക്കൊന്നും മനസ്സിലായിട്ട് പോലുമില്ല. അയാൾ ചുമ്മാ എല്ലാരും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമല്ലേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഋതുവിന്റെ ഇഷ്ടം. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദ്രന്റെ പിടിയിലൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. അവനിങ്ങനെ പല കുതന്ത്രങ്ങളും കാണിച്ചു തിരിക്കും. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം ഋതു മുറിയിലേക്ക് വരുമ്പോ ഇന്ദ്രൻ മുറിയിലുണ്ട്. ഋതുവിനെ കണ്ടപടി ഇന്ദ്രൻ പറഞ്ഞു, സോറി കേട്ടോ ഋതു, ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എന്ത്? അല്ല അത് പിന്നെ ഋതു, ഞാൻ ഇത്ര സമയം ഞാനേ അവരോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആരോട് സംസാരിച്ചോണ്ട്? അല്ല ആ കടക്കാരോടെ. അവരിനോട് പറഞ്ഞു 1 ലക്ഷം രൂപ വിലയുള്ള സാരി എന്നൊക്കെയാന്നാ പറഞ്ഞേ.
പക്ഷെ ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഈ സാരിയുടെ കണക്കുകളും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോഴേക്കും ഋതു പറഞ്ഞു, ഇവിടെ വന്ന് ഞങ്ങളെ പറ്റിക്കാന്ന് കരുതിയോ? പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണേഴ്സാണ് ഞങ്ങള്, അപ്പൊ ഞങ്ങൾക്കറിയാം ഡ്രസ്സുകളെ കുറിച്ചൊക്കെ. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. വേണ്ട ജിത്ത, ഇനി വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ജിത്തിനോട് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് 1,50,000 രൂപ വിലയുള്ള സാരി വേണമെന്ന്? എനിക്ക് ഒരു സമ്മാനം പോലും വേണ്ടെന്നല്ല ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞേ. എന്നിട്ട് പിന്നെ ജിത്ത എന്തിനാ ഈ വേണ്ടാത്ത പണിയൊക്കെ തലയിൽ കയറ്റി വെച്ചേ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവളെ സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ഒരിക്കലും ജിത്തിന്റെ പണമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നേ. അപ്പോഴേക്കും ജിത്ത് പറഞ്ഞു, ഓ അതങ്ങനെയല്ല എനിക്കറിയാം, പക്ഷെ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇങ്ങനെ ബ്രാൻഡ് നോക്കിയൊന്നുമല്ല ഞാൻ എടുക്കാറ്. ഞാൻ ഏതായാലും സാധനം കിട്ടിയാൽ എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. തെറ്റുപറ്റിപ്പോയത് എനിക്കരുതോ. ഋതുവിനോട് ക്ഷമിക്കണം. വേണ്ട, ഇനിയിപ്പം ജിത്ത് എന്നോട് കൂടുതലൊന്നും പറയാൻ വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞുകൊണ്ട് ഋതു പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇന്ദ്രനാണ് ആകെപ്പാടെ തകർന്ന് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.